രാവിലെ ഈസയെ എഴുന്നേറ്റ് നോക്കുമ്പോൾ ആദ്യം നല്ല ഉറക്കമാണ്. കെട്ടിവെച്ച കൈ രണ്ടും ടെഡിക്ക് മുകളിൽ വെച്ചാണ് ആശാന്റെ ഉറക്കം. കണ്ടപ്പോൾ ഇസമ്മയ്ക്ക് ഇത്തിരി കഷ്ടം തോന്നിയെന്നുള്ളത് നേരാ എന്ന് കരുതി തോറ്റു കൊടുക്കാനൊന്നും ഈ മുതലേനെ കിട്ടത്തില്ല. രാത്രി ഓരോ കുരുത്തക്കേടിന് വന്നിട്ട് പാവം ചമന്ന് കിടന്നുറങ്ങുന്നത് കണ്ടില്ലേ TG രവി. കെട്ടഴിച്ച് കൊടുത്തേക്കല്ലേ, പാവമല്ലേ, രാത്രി മുഴുവൻ ഇത് സഹിച്ചില്ലേ. ഇസമ്മ മുട്ടിലിഴഞ്ഞ ആദിയുടെ അരികിലെത്തിയതും അറിയാതെ അവനെ നോക്കിയിരുന്നു പോയി. പൂച്ചക്കുഞ്ഞ് ഉറങ്ങുന്നത് പോലെ എന്ത് പാവായിട്ട് ഉറങ്ങുന്നേ. ഇസ ഫോൺ എടുത്ത് ഫ്ലാഷ് ഓഫ് ചെയ്ത് അവൻ്റെ ഫോട്ടോ എടുത്ത് വെച്ച ശേഷം കെട്ടഴിക്കാൻ ഒരുങ്ങിയതും മനസ്സ് പെട്ടെന്ന് വിലക്കി. അല്ലെങ്കിൽ വേണ്ട, എന്നോട് വന്ന് കെഞ്ചട്ടെ, അപ്പം ആലോചിക്കാം. അപ്പോഴേക്കും ഞാൻ നിസ്കരിച്ച് ഡോക്ടർക്കുള്ള സ്പെഷ്യൽ ചായ എടുക്കട്ടെ. ഇസ ചായയുമായി കയറി വരുമ്പോഴും ആദ്യം എണീറ്റ് ബെഡിൽ ഇരിക്കുന്നുണ്ടായിരുന്നു. ചായ. ഇസ അതവിടെ വെച്ച ശേഷം തിരിഞ്ഞു നടന്നതും അവൾ പ്രതീക്ഷിച്ചതുപോലെ തന്നെ പിന്നിൽ നിന്നും അവൻ്റെ വിളി വന്നു. ഞാനെങ്ങനെ ഇത് കുടിക്കണേ, കയ്യിലെ കെട്ടഴിച്ചു താടി. അങ്ങനെ വഴിക്ക് വാ മോനെ, ഇനിയും കുറച്ചുകൂടെ, കാല് പിടിക്കന്നെ, കാണട്ടെ. ഇസ തിരിഞ്ഞു നിന്ന് മനസ്സിൽ പറഞ്ഞു. ഇക്കാട തങ്കക്കുടമേ, ഈ കെട്ടൊന്നഴിച്ചു താടി മുത്തേ. ഇനി രാത്രിയിൽ എന്നെ കയറി ചൊറിയാൻ വരുമോ? ഇസ അവന് നേരെ കൈ ചൂണ്ടിക്കൊണ്ട് തിരിഞ്ഞു. ഇല്ല, എനിക്ക് ഡ്യൂട്ടിക്ക് പോകണം, കെട്ടഴിക്കടി. ഞാൻ തന്നെ പോലെ അല്ലാത്തത് കൊണ്ടും എനിക്കല്പം മനസാക്ഷിയുള്ളത് കൊണ്ടും ഞാനിത് അഴിച്ചു തരാം. ഇസമ്മ പറഞ്ഞുകൊണ്ട് ആദിയുടെ അടുത്തേക്ക് ചെന്നതും ആദി അവളെ കൂടെ കൈക്കുള്ളിലാക്കി കളഞ്ഞു. ഇസമ്മ അങ്ങനെയൊന്നും തീരെ പ്രതീക്ഷിച്ചില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ അമ്പരപ്പ് മാറിയപ്പോൾ തുടങ്ങിയതാണ് ആദിയിൽ നിന്നും ഊരിപ്പോകാനുള്ള അവളുടെ ശ്രമം. വിടന്നെ, കിടന്ന് കിണുങ്ങല്ലടി. ആ ചായ എടുത്ത് ഇക്കാക്ക് തന്നേ നീയ്. ഉപ്പിട്ട ചായയല്ലേ, നീ കുടിക്ക്, നിന്റെ ആഗ്രഹം തീരട്ടെ, കള്ള ഡോക്ടറെ. അവൾ അനുസരണയുള്ള കുട്ടിയെ പോലെ ആ ചായ അവൻ്റെ ചുണ്ടിനു നേരെ നീട്ടി. കുടിക്ക്, നന്നായിട്ട് കലങ്ങട്ടെ. ഇസ മനസ്സിൽ പറഞ്ഞുകൊണ്ട് അവന് ചായ കൊടുത്തുകൊണ്ടിരുന്നു. ആദ്യ യാതൊരു ഭാവഭേദവും ഇല്ലാതെ കുടിച്ചുകൊണ്ടിരുന്നു. ഇതെന്ത് മനുഷ്യനെ റബ്ബേ, ഇങ്ങേർക്ക് ഉപ്പും പുളിയൊന്നും തിരിച്ചറിഞ്ഞൂടെ? ഇസ പതുക്കെ പറഞ്ഞതാണെങ്കിലും ആദ്യം അത് കേട്ടിരുന്നു. കള്ളി കാന്താരിയാണ് തരുന്നതെങ്കിൽ ഞാനെന്ത് വിഷം വേണമെങ്കിലും കുടിക്കും. എനിക്ക് നിന്നെ അത്ര ഇഷ്ടാടോ. ആഹാ, എന്ന് നാളെ ഞാൻ തനിക്ക് വിം കലക്കിക്കൊണ്ട് തരാം, കേട്ടോ, വിടടോ എന്നെ. ആദിയുടെ നോട്ടം നേരിടാൻ വയ്യാതെയാണ് അവളത് പറഞ്ഞത്. അപ്പോൾ തന്നെ ആദിയുടെ ഫോൺ റിങ് ചെയ്യുകയും ചെയ്തു. ആദി സ്വയം കയ്യിലെ കെട്ടഴിച്ചുകൊണ്ട് ഫോൺ എടുത്തതും അറിയാതെ ഇസമ നോക്കിയിരിപ്പാണ്. തിടുക്കത്തിലുള്ള സംസാരം കേട്ടപ്പോൾ തന്നെ അവൻക്ക് മനസ്സിലായിരുന്നു ഹോസ്പിറ്റലിൽ നിന്നുമാണെന്ന്. എങ്കിലും സംസാരിച്ചിരിക്കുന്ന ആദിയിൽ നിന്നും കണ്ടെടുക്കാൻ അവൾക്ക് തോന്നിയതേയില്ല. ഇസമ സ്വപ്നലോകത്തെന്നതുപോലെ ഈ മച്ചിമാത ആദിയെ നോക്കിയിരിക്കുമ്പോഴാണ് ആദ്യം അവൾക്ക് നേരെ വിരൽ ഞൊടിച്ചത്. പെട്ടെന്ന് അവളൊന്ന് നടുങ്ങി. അല്ല, കയ്യിലെ കെട്ടെങ്ങനെ അഴിച്ചു? കിളി പോയതുപോലെ ഇസമ്മയുടെ ചോദ്യം കേട്ടതും ആദ്യം ചിരിച്ചുകൊണ്ട് ബെഡിൽ നിന്നും എഴുന്നേറ്റു. ഇതെനിക്ക് ഇന്നലെ ആകാമായിരുന്നു, പിന്നെ നീ സമാധാനമായിട്ട് ഉറങ്ങിക്കോട്ടെ എന്ന് വെച്ചിട്ടല്ലടി കാന്താരി. ആദ്യ ബാത്റൂമിലേക്ക് കയറി വാതിലടച്ചപ്പോഴാണ് ശരിക്കുള്ള അവളുടെ ചമ്മിയ മുഖം പുറത്തു വന്നത്. പിന്നെയും ഞാൻ ശശി. അവൾ നിലത്തൊന്ന് ആഞ്ഞു ചവിട്ടി. എന്നാലും എനിക്ക് വേണ്ടി തോറ്റു തരാനൊക്കെ ഡോക്ടർക്ക് ഇഷ്ടമാണല്ലേ, അത് മതി. അവൾ മുഖം പൊത്തിക്കൊണ്ട് താഴേക്ക് ഓടി. സമയം പോയതുകൊണ്ട് ഇസമ്മ ബ്രെഡിൽ ജാമുൻ തേച്ച് ആദിയെ ഒതുക്കാനുള്ള പരിപാടിയായിരുന്നു. അപ്പോഴേക്കും ആദ്യ പിന്നിൽ നിന്നും അവളെ ചേർത്ത് പിടിച്ചു. ഷെടാ, മനുഷ്യനൊരു ജോലിയും ചെയ്യാൻ നിങ്ങൾ സമ്മതിക്കില്ലായോ? ഇത് വലിയ ജോലിയായിപ്പോയി. ഇസമ്മ ജാം തേച്ചു വെച്ചൊരു ബ്രെഡും വായിൽ വെച്ചുകൊണ്ട് ആദ്യ പുറത്തേക്ക് ഇറങ്ങി. കഴിച്ചിട്ട് പോടോ. സമയമില്ല. പിന്നെ ഇസമ്മോ, നീ ഇന്ന് കുക്ക് ചെയ്ത് കഷ്ടപ്പെടാൻ നിൽക്കണ്ട, കവിത ചേച്ചി വരും. പിന്നെ വൈകിട്ട് നിനക്ക് പറ്റിയ വേറെ 2 പേരും കൂടെ വരും. ധൃതിയിൽ വണ്ടി എടുക്കുന്നതിനിടെ ആദി പറഞ്ഞു. ഹായ്, ഇന്ന് കവിത ചേച്ചി വരുമല്ലോ, അപ്പോൾ ഇന്ന് നല്ല ഫുഡ് കഴിക്കാം, ബ്രെഡിനോട് പോകാൻ പറ. ഇസ തുള്ളിച്ചാടി അകത്തേക്ക് പോയി. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ തന്നെ കവിത വന്നിരുന്നു. പിന്നെ രണ്ടാളും കൂടി പെരുന്നാൾ പ്രമാണിച്ചുള്ള ജോലികളിൽ ഏർപ്പെട്ട് തിരക്കോട് തിരക്ക്. അത്യാവശ്യമെല്ലാം ഒന്നൊതുങ്ങി കവിതയും ഇസമയും സംസാരിച്ചിരുന്നപ്പോഴേക്കും കവിതയുടെ 2 മക്കൾ കൂടി അവിടേക്ക് വന്നു. സ്കൂളിൽ നിന്നും വന്നതാണ്. ഹായ് ഇസ ചേച്ചി, ഞാൻ ചന്ദ്ര, ഇത് ചാരുത. വന്നപാടെ ഇസമ കെട്ടിപ്പിടിച്ചുകൊണ്ടാണ് അവർ സ്വയം പരിചയപ്പെടുത്തിയത്. ഇസ 2 പേരെയും അകത്തേക്ക് വിളിച്ചിരുന്നു. കത്തിവെക്കുമ്പോഴും ആദി വന്നു. എന്താണിവിടെ, വീട് തിരിച്ചു വെക്കുവോ 3 കൂടെ? ആദിയെ കണ്ടതും ഇസം അടുക്കളയിലേക്ക് വലിഞ്ഞു കളഞ്ഞു. ഇനി 2 പെരുന്നാൾ കോടി തന്നില്ലെന്ന് പറയരുത്, ദാ പിടിക്ക്. പിന്നെ ഇത് അമ്മയ്ക്കുള്ളതാണ് കേട്ടോ. ആദ്യ 2 പേർക്കുമായി എടുത്ത ഡ്രസ്സ് അവരുടെ കയ്യിൽ കൊടുക്കുന്നത് കണ്ടതും ഇസമ്മയുടെ ചുണ്ടിലൊരു ചിരി വിടർന്നു. ദേ കണ്ടോ ഇസ ചേച്ചി, ആദ്യ ചേട്ടൻ്റെ പെരുന്നാൾ ഗിഫ്റ്റ് നന്നായിട്ടുണ്ടല്ലേ?
അടിപൊളിയായിട്ടുണ്ട്. ഇനി ചേച്ചിയുടെ വക ഒരു ഗിഫ്റ്റ് ഉണ്ട് രണ്ടാൾക്കും. അതെന്താണപ്പാ? അതൊക്കെയുണ്ട്. ഇന്ന് പോണില്ലല്ലോ രണ്ടാളും. അപ്പം നാളെ തരാം പോരെ? നമ്മളിന്ന് പോകുമോ അമ്മേ? രണ്ടുപേരും ഒരേ സ്വരത്തിൽ ചോദിച്ചതും ഇസ വേണ്ടെന്ന് വിലക്കി. രണ്ടാളും പോയി കുളിച്ച് ഫ്രഷായി വാ. അപ്പോഴേക്കും ഞാനും അമ്മയും ചേർന്ന് രാത്രിക്കുള്ള ഫുഡ് ഉണ്ടാക്കാം. ഞങ്ങളും സഹായിക്കാം. ഓ വേണ്ടേ, നിങ്ങളുടെ സഹായമൊന്നും തൽക്കാലം ആവശ്യമില്ല. മക്കൾ ചെന്ന് റെഡിയായിക്കേ. ഇസ രണ്ടുപേരെയും ഫ്രഷ് ആവാൻ പറഞ്ഞു വിട്ടതിനു ശേഷം കവിതയോട് സംസാരിച്ച് വെജിറ്റബിൾസ് കട്ട് ചെയ്തുകൊണ്ടിരുന്നു. അപ്പോഴെല്ലാം അവളുടെ മനസ്സിൽ കഴിഞ്ഞതുവരെയുള്ള പെരുന്നാൾ ദിവസങ്ങളുടെ ഓർമ്മകളിലായിരുന്നു. ആദ്യമായിട്ട് എല്ലാവരും വിട്ട് നിന്നിട്ടൊരു പെരുന്നാൾ വരാൻ പോകുന്നേ. അവൾ മനസ്സിലോർത്തപ്പോഴാണ് കുക്കർ വിസിലടിച്ചത്. അതോടെ ഇസമ്മയുടെ കയ്യിലിരുന്ന കത്തി കുത്തനെ വന്ന് അവളുടെ കാലിൽ വീണു. നിലവിളിച്ചു പോയെങ്കിലും കാലിലേക്ക് നോക്കാനുള്ള ധൈര്യം അവൾക്കുണ്ടായിരുന്നില്ല. ആദിമോനെ, കവിത പേടിയോടെ ഉച്ചത്തിൽ വിളിച്ചതും അവൻ താഴേക്ക് വന്നു. എന്താ, എന്തു പറ്റി? ഇസയുടെ മുഖത്തെ വേദനയുടെ വയച്ചിൽ കണ്ടതോടെ പിന്നെയാണ് അവൻ കാലിലേക്ക് നോക്കിയത്. അവൾക്ക് ചുറ്റിനും രക്തം തളം കെട്ടിയിരുന്നു. കാല് മുറിഞ്ഞു. ആദി, എനിക്ക് പേടിയാവുന്നു പറഞ്ഞുകൊണ്ടവൾ മുന്നോട്ട് നടക്കാൻ ശ്രമിച്ചതും കണ്ണുകളിൽ ഇരുട്ട് കയറുന്നത് പോലെ തോന്നി. ഒന്നുമില്ല, ഇത്തിരി ചോര പോയെന്നേ ഉള്ളൂ. അതിന് നീ ഇങ്ങനെ അടവൊന്നും ഇറക്കാൻ നിൽക്കണ്ട. നോക്കിയും കണ്ടും ഓരോന്ന് ചെയ്തില്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ഇരിക്കും. ആദ്യം അവൻ്റെ ഉള്ളിലെ വിഷമം മറക്കാനെന്നോണം ശബ്ദം കടുപ്പിച്ചു പറഞ്ഞുകൊണ്ട് അവൾ അവിടെ നിർത്തി അകത്തേക്ക് കയറിപ്പോയി. ആദിയുടെ വാക്കും പ്രവൃത്തിയും ഇസമയ്ക്ക് വല്ലാത്ത വിഷമുണ്ടായിരുന്നു. കാലിലെ മുറിവിൽ ഒരു കട്ടിയുള്ള തുണി വെച്ച് കെട്ടിയ ശേഷം കവിത അവളെ കൊണ്ടുവന്ന് ലിവിംഗ് റൂമിലെത്തി. അപ്പോഴേക്കും അവൾ കരച്ചിലും പിഴിച്ചിലും തുടങ്ങി. അമ്മേ, ഞാനെന്തോർത്തു നിന്നു പോയതാ. മനഃപൂർവ്വം കത്തിയെടുത്ത് ആരെങ്കിലും കാലിലിടുമോ? ഇക്ക പറയുന്നത് കേട്ട അങ്ങനെയല്ലേ തോന്നുക? അവളുടെ കണ്ണുകൾ ആദിയുടെ വാക്കിൽ നിന്നുണ്ടായ വിഷമത്തിൽ നിറയാൻ തുടങ്ങി. ആദിയുടെ കാര്യം പിന്നെ പറയണ്ട. വിഷമം കൊണ്ട് ഓരോന്ന് പറഞ്ഞെങ്കിലും അവൻ്റെ കണ്ണു നിറയാതിരുന്നില്ല. മുറിവ് ഡ്രസ് ചെയ്യാനുള്ള മരുന്നും കോട്ടനുമൊക്കെ എടുത്ത് താഴേക്കൊരു ഓട്ടമായിരുന്നു ആദി. അയ്യോ, ചേച്ചിക്കെന്തു പറ്റി അമ്മേ? വേദന കൊണ്ട് പുളയുന്ന ഇസമ്മേനെ കണ്ടതും ചന്ദ്ര ഓടി വന്ന് ചോദിച്ചു. കാലിൽ കത്തി വീണു. എന്നിട്ട് ആദിയേട്ടൻ എവിടെ പോയി? കിടക്കുവാ? വേഗം വിളിക്ക്. ആദിയേട്ടാ, ഞാനിവിടെ ഉണ്ടടാ, മരുന്നെടുക്കാൻ പോയതാ. ഓ, അപ്പോഴേക്കും ഇതിൻ്റെ മുകളിൽ തുണിയൊക്കെ വെച്ച് കെട്ടിയോ? ആദ്യ അല്പം ദേഷ്യത്തോടെ ചോദിച്ചതും മിസ്സ ചിലമ്പിയ ശബ്ദത്തോടെ പറഞ്ഞു. പിന്നെന്താ, അത്രയും ചോര കൂടി പൊയ്ക്കോട്ടെന്നോ? പോകണം. നിന്റെ കയ്യിലിരിപ്പിനും അഹങ്കാരത്തിനും ഇതൊന്നും കിട്ടിയാൽ പോരാ നിനക്ക്. കാലിലല്ല, നാവിലായിരുന്നു കത്തി വീഴേണ്ടത്. പാവം, ആകെ വേദനിച്ചിരിക്കുമ്പോഴാ വഴക്ക് കൂടി പറയില്ല ആദിയേട്ടാ. ചാരുവും ചന്ദ്രവും ഒരേ സ്വരത്തിൽ പറഞ്ഞു. പിന്നെ ഞാൻ എന്തു വേണം? മടിയിലിരുത്തി കൊഞ്ചിക്കണോ ഇതിനെ? ആരൊന്നും വേണ്ട, വെറുതെ വിട്ടേക്കെന്നെ. എനിക്കെന്തെങ്കിലും പറ്റിയ ഇങ്ങേർക്കെന്തിനെ വിഷമം? വേദന സഹിക്കുന്നത് ഞാനല്ലേ? ഇസ വേദനയും സങ്കടവും സഹിക്കാതെ എണീറ്റതും ആദ്യ മുറിഞ്ഞ കാലിലൊന്ന് അമർത്തി പിടിച്ചു. ഇരിക്കടി എവിടെ? ചേച്ചി, ഏട്ടൻ പറയുന്ന കേൾക്ക്. അവൻ പറയുന്നതിന് മുൻപ് തന്നെ കാലിൽ അമർത്തി പിടിച്ച വേദന കാരണം ഇസ സ്വയമേ ഇരുന്നു പോയിരുന്നു. പിന്നൊക്കെയും കണ്ണു പൂട്ടി സഹിച്ചിരുന്നു. ഇസമ്മയുടെ കണ്ണിൽ നിന്നും ഒലിച്ചിറങ്ങിയ കണ്ണുനീര് കയ്യും കണക്കുമില്ലായിരുന്നു. ഒന്ന് പതുക്കെ, നീറിയിട്ട് പാടില്ല മനുഷ്യ. പെണ്ണുങ്ങളായാലേ കുറച്ച് വേദനയും നീറ്റലൊക്കെ സഹിക്കണം. ഭാവിയിൽ ഇതിനേക്കാൾ ഉച്ചത്തിൽ കരയേണ്ട സാഹചര്യങ്ങൾ വരുമ്പോൾ സഹിക്കാനുള്ളതല്ലേ. മരുന്ന് വെച്ച് എഴുന്നേറ്റതും ആദ്യ ഇസമയെ ദഹിപ്പിക്കുന്നൊരു നോട്ടം നോക്കി. കാണ്ടാമൃഗത്തിന് എന്തൊരു തൊലിക്കട്ടിയ മനുഷ്യനെ വേദനിപ്പിക്കാനായിട്ട്. ഇസ മനസ്സിലോർത്തുകൊണ്ട് പലവരും ആദിയെ നോക്കി. പുലിയെ പോലെ വീട് വിറപ്പിച്ച് നടന്ന ഇസമ്മയാണെങ്കിൽ വേദന കാരണം ഇപ്പോൾ പൂച്ചയായത് കണ്ട് ആദിക്ക് ചിരി വന്നു. ഇസമ്മേ, നാളെ നമുക്ക് കൊല്ലം വരെ ഒന്ന് പോയാലോ? ഫോണിൽ നോക്കിയിരിക്കുന്നതിനിടെ ആദി ഇസമ്മയെ കളിയാക്കി ചോദിച്ചു. നീ പോടാ പട്ടി. ഇസമ്മ പതിയെ ചുണ്ടനക്കിയതും ആദി കയ്യിൽ കിട്ടിയ എന്തോന്നെടുത്ത് അവളെ എറിഞ്ഞു. പക്ഷേ ആ ഏറ് കൊണ്ടത് ചാരുതയുടെ നെറ്റിയിലായിരുന്നു. അതോടെ ആദി ആ കളി നിർത്തി ഒന്നും അറിയാത്ത ഭാവത്തിലിരുന്നു. ആദിയേട്ടാ, എനിക്ക് മൈലാഞ്ചി ഇട്ട് തരുമോ? അവൾ നെറ്റിയൊടിഞ്ഞോടി ചോദിച്ചതും ആദി അവളെ അടുത്തേക്ക് വിളിച്ചു. ചേച്ചി മൈലാഞ്ചി ഇടുന്നില്ലേ? ഞാൻ പിന്നെ ഇട്ടോളാം മോളെ. ആ, എന്നാ ഓക്കെ. അവൾ ഇസയോട് പറഞ്ഞുകൊണ്ട് ആദിക്ക് നേരെ കൈ നീട്ടി. ചന്ദ്രയുടെയും ചാരുവിൻ്റെയും കയ്യിൽ മൈലാഞ്ചിട്ട ശേഷം ആദി ഇസക്കടുത്തേക്ക് നീങ്ങി. കൈ കാണിക്കടോ. എനിക്കറിയാം എൻ്റെ കയ്യിലിടാൻ. ഇയാളെ കൂടുതൽ ആളാവണ്ട കേട്ടോ. അവൾ മുഖം തിരിച്ചുകൊണ്ട് പറഞ്ഞു. എന്നാ ശരി, ഇടുന്നില്ല. പിന്നെ ഇസ, നീ റൂമിലേക്ക് എങ്ങാനും പോകുന്നുണ്ടെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി കേട്ടോ, ഞാൻ അങ്ങോട്ടാക്കിത്തരാം. ആദ്യം അവളുടെ അരയിൽ കൈ ചേർത്തുകൊണ്ട് പറഞ്ഞതും അവൾ ആ കൈ തട്ടി മാറ്റി. എന്നിട്ടെന്തിനാ? ആ പിള്ളേരുടെ മുന്നിൽ ആളാവാനല്ലേ തനിക്ക്? എൻ്റെ കയ്യിലിരിപ്പും അഹങ്കാരമൊക്കെ വെച്ച് ഞാനങ്ങ് കയറി വന്നോളാം. തൻ്റെ സഹായം തൽക്കാലം വേണ്ട. ശരിയെന്നാ, അങ്ങനെ വന്നാൽ മതി.
പിന്നെ ആദി, എനിക്ക് പേടിയാവുന്നു, കാല് വേദനിക്കുന്നു എന്നൊന്നും പറഞ്ഞ് വന്നേക്കരുത്. മുറിവ് വലിഞ്ഞാലേ ബ്ലീഡിങ് ഉണ്ടാവും, അതുകൊണ്ട് പറഞ്ഞതാണ്. ആദി കളിയാക്കി തിരിഞ്ഞതും അവളും വിട്ടുകൊടുക്കാൻ നിന്നില്ല. ചത്താലും തൻ്റെ സഹായം ചോദിച്ചു വരില്ലടോ ഞാൻ, ഇസ നെറ്റിയിൽ കൈമുട്ടിച്ചുകൊണ്ട് പറഞ്ഞു. കുറച്ചു സമയം കഴിഞ്ഞതും ഇസ അവിടെയും എവിടെയും തട്ടിത്തടഞ്ഞു മുറിയിലെത്തി. ഒറ്റയ്ക്ക് തന്നെ കയറി ചെല്ലണമെന്ന് വാശിയായിരുന്നു അവൾക്ക്. അതുകൊണ്ട് തന്നെ മുറിവ് വലിഞ്ഞ് ചെറുതായി ചോര പൊടിഞ്ഞിട്ടും അവളത് കാര്യമാക്കിയില്ല. ഇസ മുറിയിലേക്ക് ചെല്ലുമ്പോഴേക്കും ആദ്യം നല്ല ഉറക്കമായിരുന്നു. പക്ഷെ ആദ്യം ഉറക്കമായിട്ടില്ല കേട്ടോ, ഉറക്കം നടിച്ച് കിടന്നതാണ്. മനുഷ്യൻ്റെ ചോര കുടിച്ചിട്ട് കിടന്നുറങ്ങുന്നത് കണ്ടില്ലേ ഡ്രാക്കുള. അവൾ ബെഡിൽ കാൽ നീട്ടി വെച്ചിരുന്ന ശേഷം കയ്യിൽ കരുതിയ മൈലാഞ്ചി എടുത്ത് പതിയെ വരയ്ക്കാൻ തുടങ്ങി. ഇടയ്ക്കിടെ തൂക്കലും മായ്ക്കലുമൊക്കെ മുറുക്ക് നടക്കുന്നുണ്ടായിരുന്നു. മോശമല്ലാത്തൊരു തരത്തിൽ അവൾ മെഹന്തി ഇട്ടു വരികയായിരുന്നു. അപ്പോഴേക്കും അയ്യോ തെറ്റി. ആദ്യം ഒച്ച വെച്ചതും അവൾ വരച്ചു വന്ന മൈലാഞ്ചി ദേ കിടക്കുന്നു, ചാണകവെള്ളം തളിച്ചതുപോലെ. ഇസമ്മയുടെ മുഖത്ത് ആദ്യം വിഷമവും പിന്നെ ദേഷ്യവും ഇരച്ചു കയറുന്നത് കണ്ട് ആദി അവളുടെ കവിളിലൊന്ന് നുള്ളിക്കൊണ്ട് പൊട്ടിച്ചിരിക്കാൻ തുടങ്ങി. ആദിയെ കൊല്ലാനുള്ള ദേഷ്യമുണ്ടായിരുന്നു അവൾക്കപ്പോൾ. അച്ചോടാ തെറ്റിപ്പോയോ, ഇനിയിപ്പോൾ എന്ത് ചെയ്യും? കഴുകി കളഞ്ഞ് ടിക്കറ്റ് തരാട്ടോ മോൾക്ക്. ഇസമ്മേനെ ചുണ്ടി പിടിപ്പിക്കാനുള്ള ആദിയുടെ ചോദ്യവും പിന്നാലെ വന്നു. എന്ത് ചെയ്യുമെന്ന് തനിക്കറിയണമല്ലോ. അവൾ മൈലാഞ്ചി അണിഞ്ഞ ആ കൈ ആദിയുടെ മുഖത്തിന് നേരെ ഉയർത്തിയതും അവൻ ആ കയ്യിൽ മുറുക്കെ പിടിച്ചു വലിച്ച് നെഞ്ചിലേക്കിട്ടു. അവൾ മുഖം ഉയർത്തി നോക്കുമ്പോഴേക്കും ആദി അവളെയും എടുത്ത് ബാത്റൂമിലേക്ക് നടന്നു. കൈ കഴുകിക്കോ. ഇസ ആദിയെ ഒന്ന് നോക്കിക്കൊണ്ട് മൈലാഞ്ചി കൈകി കളഞ്ഞു. കണ്ണാടിയിൽ ഒരു നോക്കവൾ കണ്ടിരുന്നു അവളെയും എടുത്തു നിൽക്കുന്ന ആദിയെ. എത്ര കരുതലയോടെയാണ് നെഞ്ചോട് ചേർത്ത് പിടിച്ചിരിക്കുന്നത് കണ്ടപ്പോൾ ഇസ അവളുടെ കൈ രണ്ടും അവൻ്റെ കഴുത്തിൽ ചുറ്റിപ്പിടിച്ചു. എടോ മാഷേ, എന്ത് തനിക്ക് എന്നോട് ഇത്ര സ്നേഹം? അല്ല, 1 വർഷം കഴിഞ്ഞു നമ്മൾ പിരിയുമെന്ന് താൻ തന്നെയല്ലേ പറഞ്ഞത്? അപ്പോൾ പിന്നെ ഇങ്ങനെയൊരു സ്നേഹത്തിൻ്റെ ആവശ്യമെന്താ? ഇസ അവൻ്റെ കയ്യിലിരുന്ന് തന്നെ മനസ്സിൽ തോന്നിയ ചോദ്യങ്ങൾ ഓരോന്ന് ചോദിച്ചു കൂട്ടി. നീ നിൻ്റെ വീട്ടിലും ഇങ്ങനെയൊക്കെ തന്നെയല്ലേ? എന്നിട്ടും നിനക്ക് വീട്ടുകാരോട് എന്ത് സ്നേഹമാണ്. അതുപോലെ നീ എന്നെയും സ്നേഹിക്കുന്നുണ്ടെന്ന് എനിക്കറിയാടോ. ഇസയെ ബെഡിൽ കിടത്തുന്നതിനിടെ പറഞ്ഞ ശേഷം ആദിയും മറുവശത്ത് വന്ന് കിടന്നു. ഇസ കിളിപ്പോയ ഭാവത്തിൽ ആദിയെ നോക്കുമ്പോഴാണ് ആദി അത് പറയുന്നത്. ഇതിനോടകം എത്ര രാത്രിയാ പെണ്ണെ നീ എൻ്റെ അടുത്ത് വന്നിരുന്ന് സംസാരിച്ചിട്ടുള്ളേ? ഒരു കുഞ്ഞിനെ പോലെ ലാളനയിൽ എൻ്റെ മുടി തലോടിയെ. എത്രയെത്ര രാത്രികൾ സ്നേഹമുണ്ടോ തനിക്കെന്നോട്? ആദ്യ ഒരു മങ്ങിയ ശബ്ദത്തോട് അവളെ നോക്കി പറഞ്ഞു. അവളുടെ കണ്ണുകൾ നേരിടാനാവാതെ വന്നതും അവൻ്റെ ശബ്ദം മാറി. ഇതൊന്നും ഞാനറിയില്ലെന്നാണോ എൻ്റെ ഈസമ്മ കരുതിയേ? പടച്ചോനെ, ഈ കാലമാടൻ ഉറക്കം നടിച്ച് കിടന്നതാണെന്ന് ആര് കണ്ടു? ഇസ മനസ്സിലോർത്തുകൊണ്ട് പുതപ്പ് വലിച്ച് മുഖത്തേക്കിട്ടു. പുറത്ത് കാണിക്കാത്ത സ്നേഹം നിന്റെയാ. വാക്കുകളിൽ ഉണ്ടായിരുന്നല്ലോ ഇസ, അതുമതി എനിക്ക്. പിന്നെ ഈ 1 വർഷത്തിനിടെ ഒത്തിരി അവസരങ്ങൾ വരും നമുക്ക് പരസ്പരം മനസ്സിലാക്കാൻ. അതിനിടയിൽ എപ്പോഴെങ്കിലും എൻ്റെ കുറവുകളും കുറ്റങ്ങളുമൊക്കെ നിന്നെ ഇഷ്ടപ്പെടുത്തുമെങ്കിൽ ഞാനതിൻ്റെ ഭാഗ്യമായി കാണും. ഒരു ബെറ്റർ ഹാഫിനെ കിട്ടിയെന്ന് ഓർത്തിട്ട്. ഇല്ലെങ്കിൽ ആദ്യം ഓരോന്ന് പറഞ്ഞു കഴിഞ്ഞ് നോക്കുമ്പോഴേക്കും അവൾ ഉറങ്ങിയതുപോലെ കിടന്നു. ഇത്രയും വേഗം ഉറങ്ങിയോ? പിന്നെ ഞാൻ ഇന്നലെ രാത്രി ഉറങ്ങി. വെള്ളപ്പിശാച്ചേ, താൻ ഇറങ്ങിയ അടവ് തന്നെ ഞാനും അങ്ങോട്ട് ഇറക്കി നോക്കട്ടെ. ബാക്കി കൂടി പറയടോ, കേൾക്കട്ടെ. ഇസ മനസ്സിലോർത്തു. തീർന്നില്ല. അതിനു മുൻപ് ആദ്യം അവളുടെ നെറ്റികളിൽ ഒരു മുത്തമിട്ടു. ഉറങ്ങിക്കോ. അയ്യേ, ഇങ്ങനെ വീണ്ടും ഉമ്മ വെച്ച്. ഉള്ളിലെ കുഞ്ഞു ദേഷ്യം മറച്ചു പിടിച്ചവൾ ശരിക്കുമൊന്ന് ഉറങ്ങാൻ മനസ്സിനെ പാകപ്പെടുത്തി കണ്ണുകൾ ഇറുക്കെ അടച്ചു. പെരുന്നാൾ ദിവസം രാവിലെ ഇസമ്മ പതിവ് പോലെ റെഡിയായി അടുക്കളയിൽ കയറി. അപ്പോഴേക്കും കവിതയും മക്കളും ചേർന്ന് എല്ലാ ജോലിയും ചെയ്തു വെച്ചിരുന്നു. എനിക്ക് ചെയ്യാൻ ഇവിടെ ജോലിയൊന്നും ബാക്കി വെച്ചില്ലേ? ഇസ ചോദിച്ചുകൊണ്ട് അടുക്കളയിലേക്ക് കയറി. അല്ലെങ്കിൽ തന്നെ മോളി വയ്യാത്ത കാലം വെച്ച് എന്ത് ചെയ്യാനാ? എനിക്ക് കുഴപ്പമൊന്നുമില്ലമ്മേ, ഇങ്ങെടുക്ക്, എല്ലാം ഞാൻ സെർവ് ചെയ്യാം. കുഴപ്പമില്ലാഞ്ഞിട്ടാണോ ഇങ്ങനെ വേച്ചു നടക്കുന്നേ? മാറിക്കേ അങ്ങോട്ട്. കവിതയുമായി സംസാരിച്ചു നിൽക്കുന്ന സമയം കൊണ്ട് പെരുന്നാൾ നമസ്കാരത്തിന് പള്ളിയിൽ പോയ ആദി മടങ്ങി വന്നിരുന്നു. ഇസ, ആഹാ, കള്ളത്താടി വന്നു. അവൾ പിറുപിറുത്തോണ്ട് ആദിക്കുള്ള ചായയുമായി ചെല്ലുമ്പോൾ ദേ നിരന്നു നിൽക്കുന്നു ആദിക്കൊപ്പം 3 അടാറ് പീസുകൾ. എങ്കിലും ആദിയെ വെല്ലാൻ പറ്റുന്ന ഒന്നും ആ കൂട്ടത്തിലില്ലായിരുന്നു. ഈ സമയം അത്ഭുതപ്പെടുത്താൻ പോരുന്ന ചേലൊക്കെ ആദിക്കുമൊപ്പം ഉണ്ടായിരുന്നു. പെരുന്നാൾ ദിവസമായതുകൊണ്ട് തന്നെ മുണ്ടും ഷർട്ടുമായിരുന്നു ആദിയുടെ വേഷം. പോരാത്തതിന് മീശയും അല്പം തെറുത്ത് വെച്ചിട്ടുണ്ട്. അതെന്തിനാണാവോ? എന്താടി നീ എന്നെ ആദ്യമാ കാണുന്നത് പോലെ നോക്കി നിൽക്കുന്നേ? ദേ, ഇതൊക്കെ എൻ്റെ ഫ്രണ്ട്സാണ്. നമ്മുടെ കല്യാണത്തിന് വന്നിരുന്നു. അലോഷി, റോഷൻ, വിവേക്. ഇസ, നീ ഇവർക്കെല്ലാം ചായ?
പെട്ടെന്ന് ആദ്യമൊന്നും കിട്ടും സ്പെഷ്യൽ ചായ ഓർത്തുപോയി. പറഞ്ഞു വന്നത് പാതിയിൽ നിർത്തിക്കൊണ്ട് അവൻ എഴുന്നേറ്റ് അടുക്കള ഭാഗത്തേക്ക് തിരിഞ്ഞു. അലോഷി, ഞാനിപ്പോഴാ ഓർത്തത് ഇവളുടെ കാലിൽ ഒരു മുറിവ് പറ്റിയിട്ടുണ്ട്. അതാ ഞാൻ തന്നെ പോയി എടുക്കാമെന്ന് കരുതിയേ. ആദ്യം തന്നെ എല്ലാവർക്കുള്ള ചായ എടുത്തുകൊണ്ട് വരുന്നതിനിടെ പറഞ്ഞു. അങ്ങനെ അവർ സംസാരിക്കുമ്പോൾ തന്നെ രഞ്ജനും കാവേരിയും അവിടേക്ക് വന്നിരുന്നു. അവരെത്തിയതോടെ കവിതയും മക്കളുമൊക്കെ അവർക്കൊപ്പം ചേർന്നു. കവിത ഇപ്പോൾ രഞ്ജന്റെ വീട്ടിൽ നിൽക്കുന്നത് കൊണ്ട് അവരോടും കൂറ് കാണിക്കേണ്ടത് കവിതയുടെ ആവശ്യമാണല്ലോ. അതേസമയം താൻ എല്ലാവരിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കുന്നത് ഈസയ്ക്ക് സ്വയം തോന്നി തുടങ്ങി. അത് ശരിയല്ലെന്ന് കരുതി അവൾ കിച്ചണിൽ ചെന്ന് എല്ലാവർക്കും നൽകാനായി പലഹാരവും മധുരവും മറ്റും എടുക്കാനൊരുങ്ങി. മധുര പലഹാരങ്ങൾ ഓരോന്ന് പാത്രത്തിലേക്ക് എടുത്തു വെക്കുന്നതിനിടെ ഈ സമയം അതിൽ നിന്ന് ഓരോന്നെടുത്ത് കഴിക്കുന്നുണ്ടായിരുന്നു. എന്താടി ഇവിടെ പരിപാടി? വന്നവരൊക്കെ എൻ്റെ കെട്ടിലമ്മയെ ഇങ്ങോട്ട് വന്ന് കാണണമായിരിക്കും അല്ലേ? ആദ്യം കടുപ്പമേറിയിരുന്ന അവൻ്റെ ശബ്ദം അവളുടെ പിൻകഴുത്തിൽ മുഖം ചേർന്നതോടെ നേർത്തു പോയിരുന്നു. ഉള്ളിലെ കുസൃതിയുടെ കെട്ടുപൊട്ടിയതുപോലെ അവൾ അറിയാതെ ചിരിച്ചുപോയി. ആദ്യം അത് മുതലെടുത്തതുപോലെ അവളുടെ കഴുത്തിൽ ചുണ്ട് കടത്തുകയും ചെയ്തു. അതോടെ ഈ സമയം വെട്ടിത്തെറിച്ചു പോയിരുന്നു. എന്നിട്ടും ആദിക്ക് അവളെ വിടാനൊരു ഉദ്ദേശവും ഉണ്ടായിരുന്നില്ല. മറിച്ച് ദുരുദ്ദേശം തന്നെ മനസ്സിലായിരുന്നു. മിഴിച്ചു നിൽക്കുന്ന ഈ സമയം അരികിലേക്ക് ഒന്ന് ചേർന്ന് നിന്നപ്പോഴാണ് ആദ്യം അവളുടെ ചുണ്ടിൻ്റെ ഒരറ്റത്ത് പറ്റിയിരിക്കുന്ന ലഡുവിൻ്റെ തരി കണ്ടത്. അതോടെ ആദിക്ക് ചിരി വന്നു. കള്ളിക്കാന്താരി, നീ ഇവിടെ നിന്ന് കട്ട് തിന്നുമായിരുന്നല്ലേ? ഈ സമ്മയുടെ ചുണ്ടിനോട് ചേർന്നിരുന്ന പൊടി ആദ്യം അവൻ്റെ ചുണ്ട് കൊണ്ട് തുടച്ചു മാറ്റി അവളുടെ കവിളിലൊന്ന് ചുംബിച്ചു. അതിനിടെ എപ്പോഴോ ആദ്യം അവളുടെ കൈകൾ അവൻ്റെ കൈക്കുള്ളിലാക്കിയിരുന്നു. അവൻ്റെ ശ്വാസം പതിയുമ്പോഴെല്ലാം ഉച്ചത്തിൽ മിടിക്കാറുള്ള അവളുടെ നെഞ്ചകം ഇത്തവണയും തുടിച്ചുകൊണ്ടിരുന്നു. മറയ്ക്കാൻ ശ്രമിക്കുന്ന സ്നേഹം എന്തിനാണ് ഇങ്ങനെ ആദിക്ക് മുന്നിൽ മൗനമായി നിന്ന് പോകുന്നത് റബ്ബേ? അവൾക്കതിനുള്ള ഉത്തരം കണ്ടെത്താൻ കഴിയുന്നുണ്ടായിരുന്നില്ല. എങ്കിലും ഇസം ഒഴിഞ്ഞു മാറി. എന്താണോ ഈ കാണിക്കുന്നേ? തന്നോട് പറഞ്ഞതല്ലേ ഞാൻ എൻ്റെ അടുത്ത് ഇതൊന്നും വില പോകില്ലെന്ന്. ആദി പക്ഷേ ചിരിച്ചു നിന്നതേയുള്ളൂ. അവന് ദേഷ്യത്തോടെ നോക്കുമ്പോൾ പോലും അവളുടെ കണ്ണുകൾ പലതവണയും പതറുന്നുണ്ടായിരുന്നു. താനെന്താ എന്നെ നോക്കി പേടിപ്പിക്കുവാണോ? ഏയ്, നീ ഇങ്ങനെ നോക്കി നിന്നപ്പോൾ മനസ്സിലൊരു കുട്ടിലട് പൊട്ടിയെന്നേ. ദേ നിന്റെ കയ്യിലും. ഇസ നോക്കുമ്പോൾ അവളുടെ കയ്യിലുണ്ടായിരുന്ന ലഡു പൊടിഞ്ഞ് ചമ്മന്തി പരുവമായിരുന്നു. ആദിയുടെ ആക്രമണത്തിൽ പൊടിഞ്ഞതായിരുന്നു ആ ലഡു. എടു താനല്ലേ? ഇസ പറഞ്ഞു വന്നതും ആദ്യം അവളുടെ വാ പൊത്തിക്കൊണ്ട് മറുകൈ കൊണ്ട് അവളുടെ വയറിലും ചുറ്റിപ്പിടിച്ചു. എപ്പോഴാ ഇസമ്മേ നീ എനിക്കൊരു കുട്ടിലഡു തരുന്നേ? ആദിയുടെ ചോദ്യം കേട്ടതും അവളുടെ ചങ്ക് കത്തിപ്പോയി. സ്നേഹവും വാത്സല്യവുമൊക്കെ ആ ഒരു നിമിഷം ഇസമ്മയുടെ മനസ്സിൽ വന്ന് കൂടിക്കളഞ്ഞു. എങ്കിലും ഒരു മറുപടി പറയാനില്ലാത്തത് കൊണ്ട് ആദിയോട് അവൾ തട്ടിക്കയറി. കുട്ടി ലഡുവല്ല, തനിക്ക് ഞാൻ ജിലേബി തന്നെ തരുന്നുണ്ട്. എന്നെ നോക്കി നിന്ന് വെള്ളം വരക്കാതെ ഇതൊക്കെ കൊണ്ടുപോയി നിങ്ങളുടെ ഫ്രണ്ട്സിന് കൊടുക്ക്. അപ്പം നീ വരുന്നില്ലേ അങ്ങോട്ട്? ഓ, വരുവാണ് മനുഷ്യ, ഒന്ന് നടക്ക്. അവൾ ആദിയുടെ കയ്യിലെല്ലാം കൊടുത്തുവിട്ട് പതിയെ നടന്നതും ആദി 2 അടി പിന്നിലേക്ക് വെച്ചു. കയ്യിലിരുന്ന പാത്രം അവളുടെ കയ്യിൽ മടക്കി കൊടുത്ത ശേഷം ആദി അവളെ എടുത്തുകൊണ്ട് ലിവിംഗ് റൂമിലേക്ക് നടന്നു. ഇവൻ ഈ കൊച്ചിനെ നിലം തൊടിയിക്കില്ലല്ലോ കർത്താവേ. പോടാ, ഇവൾക്ക് നടക്കാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് ഞാൻ. ആൾക്കാരെ കൊണ്ട് പറയിപ്പിച്ചപ്പോൾ സമാധാനമായില്ലേ? ഇറക്ക്, ഇനിയെങ്കിലും എന്നെ ഒന്ന് താഴെ ഇറക്ക്.